ഓൺലൈൻ മീഡിയാസിലും വളരെയധികം നടന്ന പ്രൊമോഷനായിരുന്നു ഈ സിനിമയുടെ ഡയറക്ടർ. സിനിമ കണ്ടിറങ്ങിയ ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇത് വെച്ച് ഇപ്പോൾ നമ്മൾ വാലിബനൊക്കെ പുള്ളി വലിച്ചു കയറി ഒട്ടിച്ചത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഈ സിനിമയെ ശരിക്ക് തലോടി വിട്ട പോലെയാണ്. വൈഫ് വന്ന് സിനിമ കാണുന്നു, പ്രണവ് മോഹൻലാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും, വയ്യാതെ കിടക്കുന്ന ശ്രീനിവാസൻ വന്ന് സിനിമ കാണുന്നു. പിന്നെ അതേപ്പറ്റി അതിൻ്റെ അമ്പല നടയിൽ കണ്ടപ്പോഴും എനിക്ക് ഏകദേശം സിമിലർ ഒപ്പീനിയൻ തന്നെയാണെന്ന് പറയാം. അല്ല, പണ്ട് നമ്മൾ ഫാൻസ് അസോസിയേഷൻ തിയേറ്ററിൽ ഒരു 10-20 ഫ്ലെക്സ് ബോർഡ് വെക്കുക, അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ഞാനൊക്കെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ ഉണ്ടായിരുന്നതാണ്. ആരാണ് ഏറ്റവും നല്ല നടന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. നമസ്കാരം, ജനീഷാണ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെ പറ്റിയുള്ള വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ സിനിമ സംബന്ധമായ ഒരു ടോക്കാണ്. നമുക്കറിയാം, ഒരുപാട് സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങി വളരെയധികം വിജയിച്ച ഒരു വർഷമാണ് 2024. 6 മാസം കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സമയത്ത്, ജൂലൈ മാസം തുടങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഒരുപാട് മലയാള സിനിമകൾ വിജയിച്ചു. വളരെയധികം ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ സിനിമകൾ ഒന്നിൽ കൂടുതലുള്ള ഒരു വർഷമായി മാറിയിരിക്കുകയാണ് 2024. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു 2-3 ഡേയ്സ് മുമ്പ് വന്നൊരു വാർത്തയാണ്, മിന്നുന്നതെല്ലാം ഹിറ്റല്ല എന്ന ഒരു റിപ്പോർട്ട്. അവർ സിനിമയിലെ ഈ വിജയങ്ങളും അല്ലെങ്കിൽ OTT റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിനെ നേരിടേണ്ടി വന്ന ED അന്വേഷണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റി വന്ന ഒരുപാട് വിവാദങ്ങളുടെ പിന്നാമ്പുറം കഥകൾ തേടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ആ അന്വേഷണം. അപ്പോൾ അതിൽ കണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OTT റിലീസിന് വേണ്ടി, അല്ലെങ്കിൽ OTT നമുക്കറിയാം, മുമ്പ് OTT റിലീസ് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ പോകുന്ന ഒരു പ്രവണതയായിരുന്നെങ്കിൽ, ഇപ്പോൾ OTT ചാനലുകാർ വളരെയധികം മത്സരം കൂടി, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ അവർ സിനിമ ഇറങ്ങി സിനിമയുടെ വിജയത്തിനനുസരിച്ചാണ് OTT സിനിമ എടുക്കുക. ചിലപ്പോൾ അവർ എടുത്തില്ല എന്നും വരും ചില സിനിമകളൊക്കെ. കാരണം അവർ പറയുന്ന തുകയ്ക്ക്, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ പറയുന്ന തുകയ്ക്ക് അവർ തമ്മിൽ യോജിക്കാതെ എടുക്കാത്ത സാഹചര്യം വരും. നല്ല സിനിമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്ന് എടുക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആവേശം നമുക്കറിയാം, തിയേറ്ററിൽ 1 മാസം കഷ്ടിയാവുമ്പോഴേക്കും ആവേശം അവർ OTTക്ക് റിലീസിന് കൊടുത്തു. എന്നാൽ ആടുജീവിതം നമുക്ക് OTT ഇതുവരെ ആടുജീവിതത്തിൻ്റെ OTT വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. കാരണം ഇപ്പോഴും അവർ ആ ഡിസ്കഷനിൽ ഇപ്പോൾ കൊടുത്തു, കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് അത് ആർക്കോ OTTക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും അത്രയും ഒരുപാട് 3-4 മാസം ആകുമ്പോഴാണ് അത് OTT റിലീസിന് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ തേടി ഏഷ്യാനെറ്റ് നടത്തിയ അന്വേഷണത്തിൽ ഒരു സംഘം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു PR ഏജൻസി. ഇപ്പോൾ നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കാൻ, അല്ലെങ്കിൽ അത് സിനിമ കണ്ടിട്ടോ കാണാതെയോ ഇത് വളരെ നല്ല അഭിപ്രായം പറയുമോ, റിവ്യൂ ബോംബിങ് യൂട്യൂബ് വഴി പറയുന്ന പോലെയല്ല, നമ്മൾ ചാനലിൽ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമുകൾ വഴി, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫേസ്ബുക്ക് വഴി, അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന കമൻസ് വഴിയൊക്കെ പടത്തെപ്പറ്റി നല്ല അഭിപ്രായങ്ങളും അഭിനയത്തിൻ്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ വലിയ വിശദമായിട്ട് പടം കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട രീതിയിൽ കമൻസ് ഇടുക. ആ ഒരു രീതിയിലുള്ള ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ച ആളുകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിനിമ പോയി കാണാൻ ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയി കഴിഞ്ഞ സിനിമകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സിനിമകളാണെങ്കിൽ അത് തിയേറ്ററിൽ പിടിച്ചു നിർത്താൻ വേണ്ടി തിയേറ്ററുകാരും കൂടി ഒത്ത് കളിച്ചിട്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അവരും കൂടി ഒരുമിച്ച് ഇത് കുറച്ച് ആളുകളെ കയറ്റി പല തിയേറ്ററിലും ആളുകളെ കാണിച്ച്, അല്ലെങ്കിൽ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഇതിന് ഇപ്പോഴും ആളുണ്ട്, പടം കാണാൻ ആളുണ്ട്, അല്ലെങ്കിൽ പടം വിജയമാണ് എന്നുള്ള രീതിയിൽ OTT കമ്പനികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു ചെറിയ സിനിമകൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ തോതിലുള്ള കാര്യങ്ങൾക്കേ അത് സാധിക്കുള്ളൂ. ഇപ്പോൾ അല്ലാതെ ഒരു വലിയ സിനിമയ്ക്കോ അല്ലെങ്കിൽ ജനം ഏറ്റെടുത്തൊരു സിനിമയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രേമലു, ഈ ഇത്തവണ ഇറങ്ങിയ പ്രേമലു ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഈ വീഡിയോ പോലും നമ്മൾ ചെയ്യാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അതൊന്നും ഇപ്പോൾ ഇതുപോലെ രീതിയിൽ പ്രേക്ഷകനെ പൈസ കൊടുത്ത് കയറ്റി കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന സിനിമകളല്ല. അത് വേറെ രീതിയിലുള്ള മാർക്കറ്റിങ്ങും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്കൊക്കെ അത്രയും റീച്ച് കിട്ടിയത്. ഇപ്പോൾ പ്രേമലു ആണ് നമുക്കറിയാം, ഈ തിയേറ്ററിൽ വന്ന് ഇറങ്ങി വൻ വിജയം നേടിയ ശേഷം OTTയിൽ വന്നപ്പോൾ ഒരുപാട് പേര് വിമർശിച്ച ഒരു സിനിമയായിരുന്നു പ്രേമലു. ഇതെന്താ അത്ര അധികമുള്ള ഈ സിനിമയിൽ നിന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയ ഒരു സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഞാൻ ലാലേട്ടൻ്റെ മോൻ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ, വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ധ്യാൻ അഭിനയിക്കുന്ന സിനിമ. ധ്യാനിനെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്.
അപ്പോൾ അങ്ങനെ ഒരു സിനിമ, അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസ് 2 ദിവസം മുമ്പ് തന്നെ തിയേറ്ററിൽ സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ധ്യാനും വിനീതും ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും എല്ലാം കൂടി അജു വർഗീസും എല്ലാം കൂടി വളരെ നല്ല പ്രൊമോഷൻ സിനിമയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ പ്രൊമോഷനൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമ കാണണമെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ രോമാഞ്ചം എനിക്ക് അത്ര ഒരു താല്പര്യമുള്ള സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ആവേശം ഞാൻ വലിയൊരു പ്രതീക്ഷ കൊടുക്കാത്തൊരു സിനിമയായിരുന്നു. കാരണം ഒരു പാട്ട് കണ്ടതാണെങ്കിൽ തന്നെ 3 പുതിയ പുതുമുഖങ്ങളായ 3 പേര് വന്ന് എന്തോ ഒരു പാട്ട്, ജാട പാട്ട് ആദ്യം കണ്ടപ്പോൾ നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ അന്ന് ആ ഒരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ ആദ്യം തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം തന്നെ ബുക്ക് ചെയ്ത് ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോയത്. അങ്ങനെ സിനിമ കാണാൻ പോയപ്പോൾ ആദ്യം തിയേറ്ററിൽ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നുള്ളൂ. വലിയ കുഴപ്പമില്ലാതെ പടം തുടങ്ങി. ആദ്യത്തെ ആ ഒരു കുട്ടിക്കാലത്തെ സീനും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് അങ്ങോട്ട് സിനിമ ഇവർ കോടമ്പക്കത്തേക്ക് യാത്ര തുടങ്ങുന്നതോടുകൂടി സിനിമ ഫുൾ കൈവിട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മളെന്ത് സിനിമയിൽ പ്രതീക്ഷിച്ചോ ആ ഒരു ഫണ്ണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതുമാത്രമല്ല, ഒരുപാട് വലിച്ചു നീട്ടി ഒരു 2-3 മണിക്കൂറോളം ഉള്ള ഒരു വലിയ സിനിമ. ഇൻ്റർവെല്ലിന് ശേഷം ഇത്ര അധികം കഥാപാത്രങ്ങൾ ആ സിനിമയ്ക്ക് കയറി വന്നപ്പോൾ നിവിനായാലും അല്ലെങ്കിൽ ബേസിലായാലും അങ്ങനെ ഒരുപാട് പേര് കയറി വന്നിട്ട് അജു വർഗീസിൻ്റെ ഡബിൾ റോള് അതൊക്കെ ശരിക്ക് ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ കുത്തി കയറ്റി ആ കഥ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ കഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചൊടിച്ച് കാസറ്റ് കിട്ടുന്നു, കാസറ്റ് പോകുന്നു, കാസറ്റ് കൊടുക്കുന്നു, വേണമെന്ന് പറയുന്നു, വേണ്ടെന്ന് പറയുന്നു, അങ്ങനെ ജ്ഞാപകം പാട്ട് വിട്ട് അങ്ങനെ മൊത്തത്തിലൊരു വെറുപ്പിക്കൽ തന്നെയായിരുന്നു സിനിമ. അപ്പോൾ അതിനുശേഷം ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഞാൻ ആ സിനിമയെപ്പറ്റി ആദ്യം ഇത്രയും നിരാശാജനകമായ അവസ്ഥയിൽ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ അശ്വന്തിൻ്റെയും കോക്കിൻ്റെയും ഇവരുടെയൊക്കെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് അവർക്ക് തോന്നിയതെന്ന് പറഞ്ഞു. അതുപോലെ സിനിമ കണ്ടിറങ്ങിയ ശേഷവും അവിടെ വ്യത്യസ്ത സമ്മിശ്ര പ്രതികരണമായിരുന്നു തന്നെ പറയാം. ചിലർ പറഞ്ഞു കുഴപ്പമില്ലാത്ത പടം, ഫീൽ ഗുഡ് മൂവിയാണ്. ചിലർക്ക് വളരെ മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ വലിയ റിവ്യൂവറൊന്നും അല്ലെങ്കിലും ഞാൻ ആ അഭിപ്രായം പറയുന്ന രീതിയിൽ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതൊന്ന് കണ്ടിരിക്കാം എന്ന് മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ സിനിമയ്ക്കുണ്ട്. നമ്മുടെ ഇവരുടെ മേക്കപ്പ്, സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് മേക്കപ്പ് ആയാലും മെയിൻലി നമ്മുടെ ലാലേട്ടൻ്റെ മോൻ്റെ പ്രണവ് മോഹൻലാലിൻ്റെയൊക്കെ മേക്കപ്പ് ശരിക്ക് വളരെ മോശം മേക്കപ്പായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് വ്യക്തിപരമായിട്ട്. അതുപോലെ നമ്മുടെ കല്യാണി പ്രിയദർശനെ രണ്ടാമത് കൊണ്ടുവരുന്ന ഒരു ഇതായാലും അങ്ങനെ ഒരുപാട് നെഗറ്റീവ് എനിക്ക് തോന്നി. നിവിൻ പോളിയുടെ ആ ഒരു സീൻ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വന്ന ആളെ പട്ടികളെ എന്നൊക്കെയുള്ള ആ നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗും കാര്യങ്ങളും മാത്രമാണ് ശരിക്കും സിനിമയിൽ കയ്യടി കിട്ടിയ ഒരു രംഗം ആയിട്ടുണ്ടായിരുന്നത്. ആ സിനിമയിൽ തന്നെ അവരൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ആ സിനിമയുടെ ജനങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും പോയി തിയേറ്ററിൽ പോയി നോക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആരും കൈയടിക്കുന്നില്ല, ആരും ചിരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന രംഗങ്ങളിലൊക്കെ ഞാൻ കാണുന്ന സമയത്ത് എൻ്റെ തിയേറ്ററിൽ ഇരുന്നിരുന്ന ഒരാൾ പോലും ചിരിക്കുകയോ കൈയടിക്കുകയോ ചെയ്തിരുന്നില്ല. ആകെ ജനം കൈയടിച്ചത് നമ്മുടെ നിവിൻ പോളി വന്ന ആ സമയത്ത് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. അപ്പം നമ്മൾ ആ അഭിപ്രായം പറഞ്ഞു ഇട്ടു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരുപാട് പേര് അന്ന് ഒരു സംഘം ആൾക്കാർ വന്ന് എന്താ ഇങ്ങനെയല്ല പറയേണ്ടത്, നീ ഇങ്ങനെയാണോ റിവ്യൂ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളെല്ലാം വന്നു. ആ വീഡിയോ കുറച്ച് ആൾക്കാർ കണ്ടു. സാധാരണ നമ്മുടെ വീഡിയോ കാണുന്നേക്കാൾ കുറച്ച് കൂടുതൽ ആൾക്കാർ കണ്ടു. കുറച്ച് പേര് എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു, പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്കും അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. അതിന് ശേഷമാണ് മാസങ്ങൾക്ക് ശേഷം സിനിമ ഇപ്പോൾ OTTയിൽ വന്നപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ആ ഒരു ഫീലിംഗ് ആയിരുന്നു സിനിമയിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ. ഈവൻ ധ്യാൻ തന്നെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കും തോന്നി ഈ സിനിമ എങ്ങനെയാണ് വിജയിക്കുമോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എന്ന് വരെ ഈ സിനിമയിലെ പ്രധാന വേഷം ചെയ്ത ധ്യാനിന് വരെ ചേട്ടനെ പറ്റി പറയേണ്ട, അല്ലെങ്കിൽ ചേട്ടൻ്റെ സിനിമയെ പറ്റി പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഇത് മാറി. അപ്പോൾ ഈ സിനിമ, അപ്പോൾ നമുക്കറിയാം ഈ സിനിമയുടെ പ്രൊമോഷനാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ നാട്ടിലെ എല്ലാ ഓൺലൈൻ മീഡിയാസിലും വളരെയധികം നടന്ന് പ്രൊമോഷനായിരുന്നു. ഈ സിനിമയുടെ ഡയറക്ടറായാലും നമ്മുടെ പ്രൊഡ്യൂസറായാലും ധ്യാനായാലും പ്രണവ് മോഹൻലാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും എല്ലാ ചെറിയ പെട്ടിക്കട ഓൺലൈൻ മീഡിയാസിൽ പോലും പോയിട്ട് പ്രൊമോഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു യൂട്യൂബിൻ്റെ ഉള്ള ആ ഒരു സ്വീകാര്യത, പിന്നെ ധ്യാനിന് പൊതുവേ യൂട്യൂബിലും ആൾക്കാരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു സ്വീകാര്യത എല്ലാം
ഈ സിനിമയുടെ ആ ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങി. ഒപ്പം ആവേശം എന്ന സിനിമ ആവേശം ഒരു വർഷം വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ആ സമയത്ത്, അതും മാത്രമല്ല വെക്കേഷൻ സമയം കൂടി ആയതുകൊണ്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നൊരു സമയം കൂടിയായിരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സിനിമയുടെ വിജയത്തിന്. പക്ഷേ അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സിനിമ കണ്ടിറങ്ങിയ ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു അല്ലേ എന്നുള്ള രീതിയിൽ പറയേണ്ട അവസ്ഥയിലേക്ക് ആ പ്രൊമോഷൻസും കാര്യങ്ങളും നീങ്ങി. അതിലൊരു വലിയ പരിധി വരെ സഹായകരമായി നമ്മുടെ റിവ്യൂവേഴ്സിൻ്റെ ഇതും. കാരണം എല്ലാ വീഡിയോസും വലിച്ചു കീറുന്ന അശ്വന്ത് ഗൗക്കൊക്കെ ഈ സിനിമയെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. പുള്ളിക്ക് ഈ സിനിമ, എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ട് കാണുന്നത്. കാരണം പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ച്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പറയുന്ന രീതി വെച്ച്, ഇപ്പോൾ നമ്മൾ വാലിബനൊക്കെ പുള്ളി വലിച്ചു കയറി ഒട്ടിച്ചത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഈ സിനിമയെ ശരിക്ക് തലോടി വിട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് മൃദുലമായ സമീപനമായിരുന്നു ഈ സിനിമയോട് കാണിച്ച്. ഒപ്പം ആവേശം വളരെ നന്നായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. ഇപ്പോൾ പുള്ളി അത് പറഞ്ഞത് ഒരു പൈസ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറൊരു പ്രലോഭനം ഉണ്ടായിട്ടോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആരായാലും അങ്ങനെ ആ രീതിയിലൊന്നും ആയിരിക്കില്ല പറഞ്ഞത്. അവർക്ക് ചിലപ്പോൾ അത് അങ്ങനെ തോന്നിക്കാണാം. ചിലപ്പോൾ ഇതുപോലെ ആളുകൾ പല അഭിപ്രായം പറയുന്നതും, പിന്നെ പുള്ളി ഓൾറെഡി ധ്യാൻ ശ്രീനിവാസനായിട്ട് മുമ്പ് ഒരുപാട് ചീത്ത പറയുന്നതാണ് ധ്യാൻ ശ്രീനിവാസനെ അശ്വന്ത് ഗൗക്ക്. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ വലിയ തെറി വിളിക്കണ്ട എന്ന് കരുതി ആയിരിക്കും പുള്ളി അന്ന് വിട്ടത്. എന്തുതന്നെയായാലും അത് ഈ സിനിമയ്ക്ക് വലിയ അനുഗ്രഹമായി എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ സിനിമ ഇറങ്ങിയ ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ വൈഫ് വന്ന് സിനിമ കാണുന്നു, പ്രണവ് മോഹൻലാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും, വയ്യാതെ കിടക്കുന്ന ശ്രീനിവാസൻ വന്ന് സിനിമ കാണുന്നു. പിന്നെ അതേപ്പറ്റി അതിൻ്റെ പ്രൊമോഷൻസ്, അതിൻ്റെ വീഡിയോസ്, അങ്ങനെ കുടുംബ പ്രേക്ഷകർ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം കാണണം എന്നുള്ള രീതിയിൽ തിയേറ്ററിലേക്ക് ഒഴുകിയത് കൊണ്ടാണ് ഈ സിനിമ ഇത്ര വിജയമായത്. അതിനുശേഷം ഇപ്പോൾ OTT വന്നപ്പോൾ നേരെ വിപരീതമായ ഫലം ഈ സിനിമയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതാണ് ആ പ്രൊമോഷൻ്റെ ശക്തിയാണത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ സിനിമകൾ ഇറങ്ങുന്നതിൻ്റെ വിജയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രൊമോഷൻസ്, പഴയ കാലത്തെ പ്രൊമോഷൻസ് അല്ല. പണ്ട് നമ്മൾ ഫാൻസ് അസോസിയേഷൻ തിയേറ്ററിൽ ഒരു 10-20 ഫ്ലെക്സ് ബോർഡ് വെക്കുക, അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ പ്രൊമോഷൻ. അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ നമ്മൾ ഫ്ലെക്സ് ബോർഡ് വെക്കുക, അതൊക്കെയായിരുന്നു പ്രൊമോഷൻസ് എന്നുണ്ടെങ്കിൽ. ഇന്ന് പിന്നെ ഞാനേലും വെള്ളിത്തിരിയിലൊക്കെ വരുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ഈ നടനും നടിയും ഈ സംഘം ഒരു 2-3 ദിവസം മുമ്പ് തന്നെ വന്ന് ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് നമുക്ക് ഈ സിനിമ ഒന്ന് പോയി കാണാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പ്രേക്ഷകനെ തള്ളിവിടുന്ന രീതിയിലുള്ള പ്രൊമോഷൻസാണ്. അപ്പോൾ അത് മെയിൻ ആക്ടേഴ്സും അല്ലെങ്കിൽ മെയിൻ ആളുകളും ആകുമ്പോൾ ആ സിനിമയ്ക്ക് കാണാനുള്ള താല്പര്യം കൂടും. പക്ഷേ എന്നാൽ സിനിമ അത്ര നല്ലതല്ല എന്നുള്ള അഭിപ്രായം വന്നാലോ അതോടുകൂടി അത് പൊട്ടും. അപ്പോൾ അതാണ് നമുക്ക് വാലിബൻ ഉണ്ടായത്. വാലിബൻ ആദ്യം തന്നെ വന്ന ഇത്രയും നെഗറ്റീവ് റിവ്യൂസ് വന്നതോടുകൂടി സിനിമ ഒറ്റയടിക്ക് നിലം പൊത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് വാലിബൻ അത്ര ഒരു ഗ്രേറ്റ് സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷൻ കൈകാര്യം ചെയ്ത രീതി റോങ് ആയിരുന്നു. സിനിമയ്ക്ക് വലിയ ഹൈപ്പ് കൊടുത്ത് ഇതൊരു വളരെ വലിയ, ഇനി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു സിനിമ ബ്ലോക്ക് ബ്ലാസ്റ്റർ ആവും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊടുത്തുകൊണ്ടാണ് അത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയാണ് അതേപറ്റിയുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമയായ ഗുരുവായൂർ അമ്പലനടയിൽ വന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടപ്പോഴും എനിക്ക് ഏകദേശം സിമിലർ ഒപ്പീനിയൻ തന്നെയാണെന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷത്തേക്കാൾ ബെറ്റർ ആണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. കാരണം ഗുരുവായൂർ അമ്പലനടയിലും ഒരു ഇൻ്റർവെൽ വരെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയെങ്കിലും അതിന് ശേഷം ഇതുപോലെ കുറേ ഒരു കോമഡിയും പഴയ പാട്ടുകളൊക്കെ ഇട്ട് ഇങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് ഗുരുവായൂർ അമ്പലനടയിൽ സെറ്റിട്ടൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടെങ്കിലും അവിടെ പ്രിയദർശൻ്റെ സ്റ്റൈലിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അതിനും ഒരു എനിക്ക് അത്ര വലിയൊരു ഇത് ഗ്രേറ്റ് ആയിട്ട് തോന്നിയില്ല. അതൊന്നും ഞാൻ അന്ന് സിനിമ കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ആയിരുന്നു ആ സിനിമയ്ക്ക് ഇപ്പോൾ OTTയിൽ 2-3 ദിവസം മുമ്പ് ഇറങ്ങിയപ്പോൾ പൊതുവെ ആളുകളുടെ പ്രതികരണം, ഇത് എങ്ങനെയാണ് ഈ സിനിമ ഇത്ര വലിയ ഹിറ്റ് ചെയ്ത്, എന്താണ് ഇപ്പോൾ ഈ സിനിമയിലുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് OTTയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഒരുപാട് മാസ് ഓഫ് ആളുകൾ ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറിയ സിനിമകളും അല്ലെങ്കിൽ മറ്റു സിനിമകളും തിയേറ്ററിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ
ഇത് ചെയ്യുന്നത്, ഈ പ്രൊമോഷൻസ് പലതരത്തിൽ ചെയ്യുന്നതും ഇപ്പോൾ ഈ PR ഏജൻസിയെ വെച്ച് സിനിമ കാണാൻ വരെ ആളെ വിടുന്ന രീതിയിലേക്കും മലയാള സിനിമ മാറുന്നു എന്നത് വളരെ അതിശയകരമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് ഞാനൊക്കെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ ഉണ്ടായിരുന്നതാണ് 2008-2009 ആ സമയത്തൊക്കെ. എറണാകുളത്ത് നമ്മൾ കവിതാ തിയേറ്ററിലായിരുന്നു നമ്മുടെ സിനിമകളെല്ലാം റിലീസ് ചെയ്യാറെന്ന്. അപ്പോൾ അന്നൊക്കെ നമ്മൾ അവിടെ പോവും, രാവിലെ പോയി ഫ്ലെക്സ്, തലേ ദിവസം തന്നെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് സിനിമ കാണുന്നു, സിനിമ ഫസ്റ്റ് ദിവസം കാണുന്നു, അങ്ങനെ കുറച്ച് സിനിമകളെ കണ്ടുള്ളൂ. 2-3 കൊല്ലം നമ്മൾ അത്ര ആക്റ്റീവായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അന്ന് ലാലേട്ടനെ കാണാനും പറ്റിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അന്നൊക്കെ ഉള്ള ഒരു ഫാൻസ് അസോസിയേഷൻ ആ ഒരു ഇതൊക്കെ ഇപ്പോൾ കുറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതൊക്കെ മാറി ഇപ്പോൾ ഈ ഓൺലൈൻ പ്രൊമോഷൻസ് എന്നുള്ള രീതിയിലേക്ക്, ഈ ഓൺലൈൻ മീഡിയ വഴിയുള്ള പ്രൊമോഷൻസിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻലി യൂട്യൂബ് ചാനൽ വഴിയുള്ള പ്രൊമോഷൻസാണ് ഇപ്പോൾ കൂടുതൽ. അതാണ് ഒരു പടത്തിൻ്റെ ഗതി മാറ്റുന്നത്. ഇപ്പോൾ ആ ഒരു പ്രൊമോഷൻസാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട ചെറിയ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഉള്ളൊഴുക്ക് പോലും പാർവതിയും ഉർവശിയും എല്ലാ ഓൺലൈൻ മീഡിയയിലും വന്ന്, കാരണം അത് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറയും. ഇപ്പോൾ ഞാനൊരു വലിയ മോഹൻലാൽ ഫാൻസും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു അന്തം മോഹൻലാൽ ഫാനാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ലാലേട്ടൻ തന്നെയാണ് ഇഷ്ടം. എന്നും ലാലേട്ടനെ നമുക്ക് ആരാണ് ഏറ്റവും നല്ല നടന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് മമ്മൂട്ടിയോട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മൂട്ടിയെ എതിർക്കുകയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ കാണാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല. നമ്മൾ ടർബോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയ ടർബോ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകളെല്ലാതും. ഇപ്പം നമുക്ക് അങ്ങനെ ആ ഒരു ഞാൻ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന രീതിയിൽ ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ മെമ്പറും അല്ല, അല്ലെങ്കിൽ അങ്ങനത്തതും അല്ല. എന്നാലും നമുക്ക് താല്പര്യം ഇപ്പോഴും ലാലേട്ടൻ തന്നെയാണ്. എന്നാൽ തൊട്ട് പിന്നിൽ തന്നെ നമ്മുടെ മമ്മൂട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കൂടിപ്പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതേപ്പറ്റി ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കാരണം ചെറിയ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്ന മലയാള സിനിമയിൽ OTT മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങുന്ന സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുതിയ OTT കമ്പനികളുടെ പുതിയ നിയമമാണ് ഇപ്പോൾ ഇവരെ കുരുക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അവർ ഈ ചെറിയ സിനിമകൾ ഈ തിയേറ്ററിൽ പിടിച്ചു നിർത്തി OTTയിലുള്ള പൈസ പിടിക്കാൻ വേണ്ടി ഈ ഒരു പ്രവണത കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയ സിനിമകൾക്ക് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരില്ല. എന്തായാലും ഈ ഒരു പ്രവണത നല്ലതല്ല. കാരണം അത് നല്ല സിനിമേനെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സിനിമാ വ്യവസായത്തിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഇനി സംസാരിക്കാം. നിങ്ങൾക്ക് ഇനി ഇതേപോലെ അല്ലെങ്കിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ അഭിപ്രായങ്ങളോ അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊക്കെ നമുക്ക് അഭിപ്രായം നിങ്ങൾക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.